ആൻമേരി മീഡിയയുടെ മാർ വാലാഹ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. എളുപ്പവഴി വചനം പഠിക്കാം കൊട്ടേഷനോടുകൂടി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ജ്ഞാനം വേണോ? നമ്മുടെ ഇതിൻ്റെ ഹെഡിങ് തന്നെ കണ്ടോ, ജ്ഞാനം വേണോ? ഇതെന്നെ വിൽക്കാൻ കിട്ടുന്നതാണോ, വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണോ ജ്ഞാനം? അല്ല പ്രിയപ്പെട്ടവരെ. ഈ ജ്ഞാനത്തിന് വേണ്ടി പണ്ടൊരു ധ്യാനം കൂടിയപ്പോൾ ഒരു ചേട്ടൻ ജ്ഞാനത്തിന് മാത്രം ധ്യാനം നടത്തിയ ഒരു സ്ഥലത്ത് ധ്യാനം കൂടിയ ഒരു ചേട്ടൻ അതിൽ വെളുപ്പാങ്കാലത്ത് 4 മണിക്കും 3 മണിക്കും എഴുന്നേറ്റിരുന്ന് ജ്ഞാനത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. ജ്ഞാനം തരണമേ, ജ്ഞാനം തരണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ മുഴുവൻ ഒരുപാട് വചനങ്ങളും പഠിച്ചു. പക്ഷേ ഏറ്റവും അവസാനം കണ്ടുമുട്ടി ഏറ്റവും പ്രധാനമായിട്ടുള്ള വചനം. ഈ വചനം നോക്കിയിരുന്നെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയതിന് ശേഷം ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് മറ്റൊന്നുമല്ല, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. അപ്പോൾ ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും വെളുപ്പിനെ എഴുന്നേറ്റിപ്പോൾ നമ്മുടെ ഉറക്കം കളയുവാനും ഒക്കെ മുതിരുന്നവർ ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജ്ഞാനത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് നമുക്ക് ഒരുങ്ങാം. സ്വന്തം ശരീരത്തെ കാപട്യത്തിൽ നിന്നും പാപത്തിനടിമയായ അവസ്ഥയിൽ നിന്നും മാറ്റി നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.